ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇപ്പോൾ ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ കനം കുറഞ്ഞിട്ട് വേണം വട്ടത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട്. വലിയ കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാവുന്നതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി എടുക്കാം. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അതുപോലെ എണ്ണ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. എണ്ണ ചൂടാൻ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്, അത് ചേർക്കാം. സവാള നമ്മൾ കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെ സവാള എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം കരിവേപ്പില ചേർക്കാം. കൂടെ തന്നെ 4 പച്ചമുളകും കൂടി നടുക്കെ കീറിയതാണ്, അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള കുറേ ഒന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. മുളക് പൊടി ഇത്ര തന്നെ മതി, ഇതിൽ കൂടുതൽ ചേർക്കേണ്ട. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതലും മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി മതിയാവും. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂട്ടി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുക്കാം. നല്ല കനം കുറഞ്ഞ് കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാവയ്ക്ക വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളി ചേർക്കാം. ഇവിടെ നാടൻ തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും, നല്ലൊരു പുളിപ്പൊക്കെ കാണും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന തക്കാളിയിലും മതി. തക്കാളി ചേർത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തക്കാളി ഒന്ന് തന്നെ മതി, അതിൽ കൂടുതൽ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. പാവയ്ക്കയും അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാവയ്ക്ക കുറച്ചും കൂടി വേവാനുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, നല്ലപോലെ കുഴഞ്ഞിരിക്കണം. തക്കാളിയൊക്കെ വെന്ത കാരണം നല്ലപോലെ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ ചോറിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ പാവയ്ക്കയും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിലിട്ട് നല്ലപോലെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്